കൊതുകിനെ പറ്റി ദലൈലാമ പറഞ്ഞൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: സ്വന്തം ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത അത്ര ചെറുതാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഒരു കൊതുകിൻ്റെ കൂടെ ഉറങ്ങാൻ ശ്രമിക്കുക എന്ന്. ശരിയാണല്ലേ? ഒരു കുഞ്ഞ് കൊതുക് വിചാരിച്ചാലും നമ്മുടെ ഉറക്കം കളയാൻ പറ്റും, നമ്മുടെ മുഴുവൻ രാത്രി നശിപ്പിക്കാൻ പറ്റും. ഉറങ്ങി വരുമ്പോൾ ആവും, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഈ സൗണ്ട്, പിന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല അല്ലേ? കൊതുകിനെ പറ്റിയല്ല കേട്ടോ ഈ വീഡിയോ. കൊതുകിനെ പോലെ ചിലരുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവരെ പറ്റിയാണ്. എന്ത് ചെയ്താലും വിമർശിക്കുന്ന ചിലരും, എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രം പറയുന്നവരും. കൊതുകിൻ്റെ പോലെ തന്നെ ചെറുതാവും, ശരിക്കും ഒരു ശക്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ മിണ്ടാതിരുന്നാൽ, അനങ്ങാതിരുന്നാൽ ഉച്ചത്തിൽ അവരുടെ ശബ്ദം കേൾക്കാം. അനുഭവമല്ലേ? പക്ഷേ നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തിയാൽ അവർക്ക് ശക്തി നഷ്ടപ്പെടും. കാരണം നിശബ്ദത, യഥാർത്ഥ ശാന്തമായ നിശബ്ദതയാണ് ശരിക്കും ശക്തിയുടെ ശബ്ദം. ഇന്ന് ഈ വീഡിയോയിൽ വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിക്കുന്നവരോടും നമ്മളെ തളർത്താൻ വേണ്ടി മാത്രം നെഗറ്റീവ് അടിക്കുന്നവരോടും എങ്ങനെ പ്രതികരിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളും ഈ അവസ്ഥ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അനുഭവിച്ചു വരുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായും കാണുക. തീർച്ചയായും ഉപകാരപ്പെട്ടിരിക്കും. ഒരാൾ നിങ്ങളെ ആദ്യമായിട്ട് അപമാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് സെനാരിയോ ഇതാണ്: നിങ്ങൾക്കറിയാത്ത ഒരാൾ, ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളെ അപമാനിക്കുന്നു, കളിയാക്കുന്നു. ചിലപ്പോൾ ജോലി സ്ഥലത്ത് വെച്ചിട്ടാവും, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ വെച്ചിട്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗാദറിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൽ വെച്ചിട്ടാവും. സാഹചര്യം എന്ത് തന്നെ ആണെങ്കിലും ആരെങ്കിലും അപമാനിച്ചാൽ മിക്കവാറും ആളുകൾ ഒന്നുകിൽ ഒരു ഇളിഞ്ഞ ചിരിയിരിക്കും, അല്ലെങ്കിൽ ആളുടെ മുഖത്തേക്കൊന്ന് നോക്കും, അതല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കാൻ തുടങ്ങും, വിശദീകരിക്കാൻ തുടങ്ങും അല്ലേ? എന്നാൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. റൂൾ നമ്പർ 1: അതൊരു തമാശ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിരിക്കരുത്. കാരണം നിങ്ങളെ അപമാനിച്ചിട്ടും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ അവർ വിചാരിക്കും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അവർ അപമാനം തുറന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ റൂളാണ്: നിങ്ങൾ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ ഉടനടി ഫൈറ്റ് ബാക്ക് ചെയ്യരുത്, തിരിച്ചടിക്കരുത്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ തിരിച്ച് അപമാനിക്കാൻ നിന്നാൽ അയാൾക്ക് മനസ്സിലാകും അയാൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൊണ്ടുണ്ടത് അയാളുടെ ഉദ്ദേശം പോലെ നടന്നുവെന്ന്. അവർ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കെണിയിൽ വീണു കൊടുക്കരുത്. മൂന്നാമത്തെ റൂളാണ്: സ്വയം ന്യായീകരിക്കാൻ പോകരുത്. നിങ്ങൾ അവരുടെ അപമാനത്തിന് നിങ്ങളെ തന്നെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമായി പറയുകയാണ്, എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അപമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന്. അപ്പോൾ ഒരിക്കലും സ്വയം ന്യായീകരിക്കാൻ പോകരുത്. ഇനി ഇത്തരം അവസ്ഥകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ആരെങ്കിലും നമ്മൾ അപമാനിക്കാൻ ഉദ്ദേശിച്ച് ഒരു കമൻറ്റ് പറഞ്ഞാൽ ഒന്ന് അവരെ നോക്കി, അവരെ നേരെ തിരിഞ്ഞ് ശാന്തമായിട്ട് നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത് എന്ന ചോദ്യഭാവത്തിൽ അവരെ മുഖത്തേക്ക് ഒന്ന് നോക്കുക, കണ്ണിലേക്ക് നോക്കുക, ദേഷ്യമില്ലാതെ അൺഇംപ്രസ്ഡ് ആയിട്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോവുക. അത്രേ വേണ്ടൂ. നോ വേർഡ്സ്, നോ ഡ്രാമ. പക്ഷേ ആ നോട്ടം കൊണ്ട് തന്നെ നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ സമാധാനം കെടുത്താൻ, ഇല്ലാതാക്കാൻ ഉള്ള ആളല്ല നീ വിചാരിച്ചാൽ എൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന്. അത് ഏതൊരു തിരിച്ചടികളെക്കാളും ശക്തമായി, കഠിനമായി അവരെ ബാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ തരത്തിലുള്ള ആക്രമണത്തെ പറ്റി നോക്കാം. പബ്ലിക്കായിട്ടുള്ള ഇൻസൾട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ഹെയ്റ്റൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ, അതല്ലെങ്കിൽ നിങ്ങളൊരു അച്ചീവ്മെൻറ്റ്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൃഷ്ടി നിങ്ങൾ എന്താ എഴുതി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ട്, വേറെ പണിയൊന്നുമില്ലേ, അല്ലെങ്കിൽ നീ ആരാന്നാണ് നിൻ്റെ വിചാരം, അല്ലെങ്കിൽ ക്രിഞ്ച്, അല്ലെങ്കിൽ നല്ല ബോറായിട്ടുണ്ട്, അതല്ലെങ്കിൽ കുറേ ലോഫിങ് സ്മൈലികൾ. അനുഭവമല്ലേ? എനിക്ക് നല്ല അനുഭവമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക്. ഇപ്പോഴും എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്താൽ വളരെ ചുരുങ്ങിയ തോതിലാണെങ്കിലും നെഗറ്റീവ് കമൻസ് വരാറുണ്ട് എനിക്ക്. സത്യം എന്താണെന്ന് അറിയോ? ശരിക്കും ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാർ നിങ്ങളല്ല വെറുക്കുന്നത്. അവർ വെറുക്കുന്നത് അവർക്ക് ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമുള്ള ഒരാളെ കാണുന്നതാണ് അവരുടെ വെറുപ്പ്. അപ്പോൾ ഇങ്ങനത്തെ കമൻസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അത് തീർച്ചയായും ആ കമൻ്റ് ആരാണ് ഇടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു റാൻഡം വ്യക്തിയാണെങ്കിൽ ഒന്നും പറയണ്ട, ബ്ലോക്ക് ചെയ്തേക്കുക, കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇൻ്റർനെറ്റിലെ എല്ലാ ആർഗ്യുമെൻറ്റ്സിനും നിങ്ങൾ വിജയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അതിൻ്റെ ആവശ്യമില്ല. പറയാറില്ല, നമ്മുടെ യാത്രയിൽ നമ്മൾ കാണുന്ന എല്ലാ പട്ടികളെയും നമ്മൾ കല്ലെടുത്ത് എറിയാന്നാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വൈകുമെന്ന്. അപ്പോൾ അവഗണിക്കേണ്ടത് അവഗണിക്കുക തന്നെ ചെയ്യുക. ഇനി ആ കമൻറ്റ് ചെയ്ത വ്യക്തി നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ, എന്താ പറയുക, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും, ചിലപ്പോൾ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നൊരു കൊളീഗ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്നാമത്തേത് കമ്പാഷനേറ്റ് ആവുക, അനുകമ്പ കാണിക്കുക. അവർക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജിൽ പറയുക, ബ്രോ നിങ്ങൾ മോശമായിട്ട് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല കമൻറ്റ് ഇട്ടതെന്ന് എനിക്കറിയാം,
എന്നാലും നിങ്ങളുടെ അടുത്ത് നിന്ന് ആ കമൻറ്റ് കണ്ടപ്പോൾ ശരിക്കും വിഷമമായിട്ടോ. അതുകൊണ്ട് ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കി. കുഴപ്പമൊന്നുമില്ലല്ലോ. 10 ൽ 9 പ്രാവശ്യം അവർക്ക് അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നുകയും അവർ നിങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷനാണ് പബ്ലിക്കായിട്ട് അതിന് മറുപടി കൊടുക്കുക. പക്ഷേ ശാന്തമായിട്ട് പറയാനുള്ള പറയുക. എങ്ങനെ പറയാം, നിങ്ങൾ എന്താണ് ആ കമൻറ്റ് കൊണ്ട് ശരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ആ ഒരൊറ്റ വരി അവരെ കംപ്ലീറ്റ് നിരാധികരാക്കും. കാരണം ആ കമൻറ്റ് അവിടെ കിടക്കുമ്പോൾ കമൻറ്റ് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ആരാണ് നെഗറ്റീവ് എന്ന്. നിങ്ങൾ ഇരുട്ടിൽ വെളിച്ചം വീശുമ്പോൾ ഇരുട്ട് സ്വയം അപ്രത്യക്ഷമാകുന്നു. ഇനി അഗ്രസീവ് ആവാതെ, അക്രമാസക്തമാവാതെ എങ്ങനെ ബഹുമാനം നേടിയെടുക്കാം എന്ന് പറയാം. ഇവിടെയാണ് ഇത് ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾക്കെതിരെ വിജയിക്കുക എന്നതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കാനുള്ള അവരുടെ താല്പര്യം നഷ്ടപ്പെടുത്തുക എന്നായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ എന്തൊക്കെ ടോളറേറ്റ് ചെയ്യും, സഹിക്കുമെന്ന് അറിയാൻ ആളുകൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ അവർക്കൊരു എൻ്റർടൈൻമെൻ്റായി മാറുന്നു. എന്നാൽ നിങ്ങൾ കാമാവുമ്പോൾ നിങ്ങൾ മിസ്റ്റീരിയസ് ആവും, നിഗൂഢരാകുന്നു. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഉച്ചത്തിലായിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നിശബ്ദമാണ്. അത് നിങ്ങളുടെ ഭാവത്തിലും സ്വരത്തിലും എനർജിയിലും ഒക്കെയാണ്. ആരെങ്കിലും നിങ്ങളെ വലിച്ച് താഴേക്കിടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പതറുന്നില്ല. നിശബ്ദത ഏതൊരു ആർഗ്യുമെൻറ്റ്സിനേക്കാളും ഉച്ചത്തിലാണ്. ഇനി പറയാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള ഫോർമുല മനസ്സിൽ വയ്ക്കുക. വൈകാര്യമായി പ്രതികരിക്കാതിരിക്കുക, അമിതമായി വിശദീകരിക്കാതിരിക്കുക, സ്വയം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ ശ്രമിക്കുന്ന നിമിഷം നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇനി റിയലായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ചിലപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളോട് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന, അനാദരവ് കാണിക്കുന്ന വ്യക്തി ആരാവും എന്നറിയാം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആവും. നിങ്ങളെ ആരെങ്കിലും ഇപ്പോൾ കളിയാക്കുകയോ മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തലയിൽ ഇങ്ങനെ റീപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ, അല്ലേ? അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. അവർ പറയുന്നത് നിങ്ങളും വിശ്വസിക്കാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാകും അവരങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങൾ ആ അവസ്ഥയിലേക്ക് ചുരുങ്ങാൻ തുടങ്ങും. പക്ഷെ ശരി, അതല്ല. അവരുടെ വാക്കുകൾ അവരുടെ അരക്ഷിതാവസ്ഥയുടെ പ്രകടനങ്ങൾ മാത്രമാണ്. അവർ നിങ്ങളെ വിളിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ പറയുന്നതോ അല്ല നിങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത്, അതാണ് നിങ്ങൾ. അപ്പോൾ ഇന്നു മുതൽ അതിരുകൾ നിർമ്മിക്കുക. വലിയ മതിലുകളല്ല, ഫേമായിരിക്കുക, ദൃഢമായിരിക്കുക, പക്ഷേ പരുഷമാവാതിരിക്കുക. ദയുള്ളവരായിരിക്കുക, പക്ഷേ അന്ധരാവാതിരിക്കുക. ആരെങ്കിലും നിങ്ങളുടെ ബൗണ്ടറി ക്ലോസ് ചെയ്താൽ ദേഷ്യം നിങ്ങളെ നയിക്കാൻ അനുവദിക്കരുത്. വ്യക്തത നിങ്ങളെ നയിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ശാന്തതയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളോട് ആരെങ്കിലും അനാദരവ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ച് വെറുതെയുള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്തരുത്. പുഞ്ചിരിക്കുക. അത് അവർ പറയുന്നത് തമാശ ആയതുകൊണ്ടല്ല. നിങ്ങൾക്കറിയാം അവരുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന്. അവരെന്തും പറയട്ടെ, ചിരിക്കട്ടെ എന്ന് നിങ്ങളുടെ സാമ്രാജ്യം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഏറ്റവും നല്ല പ്രതികാരം സമാധാനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ കരുതുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു ദിവസം നേരുന്നു.